പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രൈം ടൈമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ള 1 മണിക്കൂർ സമയം ഈ വാർത്താ യാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ തമിഴ്നാട് സ്വദേശികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12-കാരിയാണ് എന്ന നടുക്കമുണ്ടാക്കുന്ന വിവരം ഇന്ന് പുറത്തുവന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ വലിച്ചെറിഞ്ഞു എന്നാണ് പെൺകുട്ടി പോലീസിനോട് സമ്മതിച്ചത്. സ്നേഹം പങ്കിട്ടു പോകുമോ എന്ന ഭയമായിരുന്നു പെൺകുട്ടിക്കെന്ന് പോലീസ് പറഞ്ഞു. വെള്ളത്തിൽ മുക്കിയായിരുന്നു കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിയമത്തിനു മുന്നിൽ 100% ഉറപ്പിക്കാവുന്ന കുറ്റകൃത്യം, എന്നാൽ അതിലേക്ക് 12-കാരിയെ നയിച്ച കാരണമാണ് ഞെട്ടിപ്പിക്കുന്നത്. ഒരു ജലസ് ഉണ്ടായി. ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ്. അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡായപ്പോൾ അവർക്കൊരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ മരണശേഷം മുത്തുവിനും അക്കമ്മലിനുമൊപ്പമാണ് 12-കാരിയുടെ ജീവിതം. അവരുടെ ലാളനയിൽ, സംരക്ഷണത്തിൽ ജീവിതം മുന്നോട്ട് പോയി. മുത്തന്നെ നല്ല നോക്കിയത്. നല്ല സ്നേഹമുണ്ട് മംഗളം. അതിൽ നല്ല സ്നേഹത ചേച്ചി. ഏട്ടൻ്റെ മുകളില നല്ല സ്നേഹത തന്നെ ഉണ്ടാവും. അതിനിടെയാണ് മുത്തു അക്കമ്മൽ ദമ്പതികൾക്ക് പുതിയൊരു കുഞ്ഞ് പിറവിയെടുക്കുന്നത്. തനിക്ക് കിട്ടിയിരുന്ന സ്നേഹം പങ്കിട്ടു പോകുമോ എന്ന ആശങ്ക പതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചു. രാത്രി കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ ആരും അറിയാതെ എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം 12-കാരിയുടെ സ്വഭാവത്തിൽ സംശയമുണ്ടായിരുന്നുവെന്ന അയൽവാസിയുടെ മൊഴി കേസിൽ നിർണായകമായി. വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു. 24 കണ്ണൂർ. കൊല്ലത്തെ നടുക്കിയ ഉളിയക്കോവിലെ അരുംകൊലയുടെയും ശേഷമുള്ള ആത്മഹത്യയുടെയും ചുരുളഴിയുന്നു. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് തേജസ് രാജിന്റെ പ്രതികാരത്തിന് കാരണം എന്നാണ് എഫ്ഐആർ. തേജസ് രാജിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇന്നലെ വൈകിട്ടാണ് കൊല്ലം നഗരത്തെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകവും തൊട്ടുപിന്നാലെയുള്ള ആത്മഹത്യയും. പർദ്ദ ധരിച്ച് കുപ്പിയിൽ പെട്രോളുമായി തേജസ് രാജ് ഫെബിന്റെ വീട്ടിലെത്തിയത് രാത്രി 7 മണിയോടെ. തുടർന്ന് ഫെബിന്റെ അച്ഛനുമായി വാക്കുതർക്കം. ഇത് കണ്ട് തടയാനെത്തിയ ഫെബിനെ തേജസ് കുത്തുകയായിരുന്നു. ഫെബിനെ കുത്തിയതിനു ശേഷം കാറുമെടുത്ത് രക്ഷപ്പെട്ട പ്രതി കൈഞ്ഞരമ്പുകൾ മുറിച്ച ശേഷം ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കി. ഫെബിന്റെ സഹോദരിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതാണ് തേജസിന്റെ വിരോധത്തിന് കാരണമായതെന്ന് എഫ്ഐആർ. സ്കൂൾ തലം മുതൽ തുടങ്ങിയ സൗഹൃദം വിവാഹത്തിൽ വരെ എത്തിയെങ്കിലും ഒടുവിൽ ജോലി ലഭിച്ചതോടെ ഫെബിന്റെ സഹോദരി ഇതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇതോടെയാണ് തേജസിന് പകയുണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം. അവർ ഫാമിലീസ് തമ്മിൽ അടുപ്പമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഐ തിങ്ക് വിക്ടിം ആസ് വെൽ ആസ് ദോസ് ഇൻവോൾവ്ഡ് വി ഷുഡ് റെസ്പെക്ട് ദെയർ പ്രൈവസി. IO is ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് അതിനെ കൊണ്ടുപോകും. പ്രതിയായ തേജസ് രാജ് ലക്ഷ്യമിട്ടത് ഫെബിന്റെ സഹോദരിയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു പദ്ധതി. ഫെബിന്റെയും തേജസിന്റെയും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. തേജസിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഫെബിന്റെ സംസ്കാരം നാളെ നടക്കും. 24 കൊല്ലം. കൊല്ലം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി. പോലീസ് പരിശോധന ആരംഭിച്ചു. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. രാവിലെ എത്തിയ സന്ദേശം ജീവനക്കാർ കണ്ടത് അല്പസമയം മുമ്പാണ്. അതിനുശേഷമാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, നേരത്തെയും മറ്റു ചില കളക്ടറേറ്റുകൾക്കും സമാനമായ രീതിയിലുള്ള സന്ദേശം എത്തിയിരുന്നു. അതൊരു വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നുള്ള കാര്യം പിന്നീടുള്ള പരിശോധനയിൽ കണ്ടെത്തി. കൊല്ലത്തും ആശങ്കയൊന്നുമില്ല എന്ന് തോന്നുന്നു. എങ്കിലും പരിശോധന എങ്ങനെ അരുൺ? റിജിത്ത്, അല്പസമയം മുമ്പാണ് കൊല്ലം കളക്ടറേറ്റിൽ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണിയുടെ സന്ദേശം ലഭിച്ചത്. അത് ജീവനക്കാർ അറിഞ്ഞത് അല്പം വൈകിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കൊല്ലം കളക്ടറേറ്റിന്റെ വിവിധയിടങ്ങളിൽ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസും അടക്കമുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ആ സന്ദേശം എത്തിയ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകൾക്കൊപ്പം തന്നെ കൊല്ലം ജില്ലയിലും ഇത്തരത്തിൽ ബോംബ് ഭീഷണി എത്തിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനം കൊല്ലത്തെ സംബന്ധിച്ച ഒരു പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ബോംബ് സ്ഫോടന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ടറേറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ
ഭീഷണിയെ അത് ഗൗരവ സ്വഭാവത്തിൽ തന്നെയാണ് നിലവിൽ പോലീസും ഡോസ്കോഡും കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ കളക്ടറേറ്റിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. കാരണം പത്തനംതിട്ടയെ പോലെയോ തിരുവനന്തപുരത്തെ പോലെയോ അത്ര നിസ്സാരമായി തള്ളിക്കളയുന്നില്ല ഈ ഭീഷണി എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാരണം നേരത്തെ കൊല്ലം കളക്ടറേറ്റിനെ കേന്ദ്രീകരിച്ച് ബോംബ് ആക്രമണം അടക്കം നടന്നതാണ്, അതുകൊണ്ട് ബോംബ് സ്ഫോടനം അടക്കം നടന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഓരോ ഇടങ്ങളും കൃത്യമായി പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാവിലെ എത്തിയ ഇമെയിൽ സന്ദേശം ഇത്ര വൈകി ജീവനക്കാർ കണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ബാക്കിയാവുന്നത്. ഒരുപക്ഷെ വിവിധ ഇടങ്ങളിലുള്ള പരിശോധന അത് കൂടുതൽ സമയം വേണ്ടിവരും. കളക്ടറിനെ സംബന്ധിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഓരോ ഇടങ്ങളിലും പരിശോധന, അത് ഇനി വ്യാജ ഭീഷണിയാണെങ്കിൽ പോലും ഇത്തരമൊരു ഭീഷണി സന്ദേശം വന്ന സ്ഥിതിക്ക് അതിൽ ഒരു പരിശോധന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലം പൂർണ്ണമായും സീസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഓരോ ഇടങ്ങളും അത് വളരെ കേന്ദ്രീകൃതമായ ഒരു അന്വേഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം ഇപ്പോൾ നിലവിൽ പോലീസ് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു തന്നെയാണ് കൊല്ലം കളക്ടറേറ്റിന്റെ പ്രീവിയസ് ഹിസ്റ്ററി, അതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വളരെ ഗൗരവ സ്വഭാവത്തോടെ ഇപ്പോഴും ഈ പരിശോധന കൊല്ലം കളക്ടറേറ്റിൽ തുടരുന്നത്. രാവിലെ നമ്മൾ കണ്ടതാണ് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും സമാന ഭീഷണികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഭീഷണി പൂർണ്ണമായും പരിശോധിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമവും നടത്തി. ഇതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ കൊല്ലത്തും സമാന രീതിയിലൊരു ഭീഷണി വന്നു എന്ന കാര്യം പോലീസ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ കൊല്ലം കളക്ടറേറ്റിൽ തുടരുന്നത്. അരുൺരാജി, ഏത് മെയിലിലേക്കാണ് ഈ ഭീഷണി സന്ദേശം വന്നത്? അതിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട് പൊതുവായൊരു പരിശോധന നടക്കുന്നുണ്ട് ഈ മറ്റ് കളക്ടറേറ്റുകളിൽ കൂടി ഈ സന്ദേശം വന്ന പശ്ചാത്തലത്തിൽ. എങ്കിലും എന്തെങ്കിലും സൂചനകളോ മറ്റോ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ അരുൺ? റിജിത്ത്, രാവിലെ അത് 3 കളക്ടറേറ്റുകൾക്കാണ് ഭീഷണി എത്തിയത്. ഈ 3 കളക്ടറേറ്റിലേക്കും എത്തിയത് ഒരേ സ്ഥലത്ത് നിന്നാണ് എന്നുള്ള പ്രാഥമികമായ നിഗമനം ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. അങ്ങനെ ഈ 3 കളക്ടറേറ്റിലേക്കും അയച്ചു. അങ്ങനെ ആദ്യ 2 ഘട്ടത്തിൽ പരിശോധന നടത്തി. അത് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും നടത്തി. അവിടെ മറ്റൊന്നും അസ്വാഭാവികമായ രീതിയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഈ കൊല്ലം കളക്ടറേറ്റിൽ അവസാന ഘട്ടത്തിൽ മെയിലിന്റെ സന്ദേശം എത്തിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. അത് ഈ കളക്ടർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ വിവിധ കളക്ടറേറ്റുകളിൽ ഇത്തരം ഭീഷണി ഉണ്ടായപ്പോൾ തന്നെ ഇത്തരം ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് കളക്ടറെ അടക്കം വിളിച്ച് തിരക്കിയതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇത്തരം സാഹചര്യമോ ഇത്തരം ഭീഷണിയോ തങ്ങൾക്കില്ല എന്നതായിരുന്നു ജില്ലാ ഭരണകൂടത്തിൽ ലഭിച്ച മറുപടി. ഇതിനുശേഷമാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഈ ഭീഷണി സന്ദേശം ലഭിച്ചു എന്ന വിവരം പോലീസിനെ അത് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും ഈ പരിശോധന നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പരിശോധന വിവിധ ഇടങ്ങളിൽ, അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കളക്ടറേറ്റിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അവിടെ ഈ പരിശോധന തുടരുകയാണ്. അത് ഈ വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ ഈ വേസ്റ്റുകളടക്കം അതുപോലെ തന്നെ ഇലക്ഷൻ സാമഗ്രികളടക്കം അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പരിശോധന വളരെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഒരു ഭീഷണി സന്ദേശമാണ്. സ്വാഭാവികമായും ഒരു പരിശോധന നടത്താതെ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് കഴിയില്ല. അതുകൊണ്ടാണ് വിശദമായ പരിശോധനയിലേക്ക് നിലവിൽ പോലീസ് ഇപ്പോൾ നടക്കുന്നത്. ഡോഗ് സ്ക്വാഡിനെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അതിന്റെ ഓരോ ഇടങ്ങളിലും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ഈ നിലവിൽ കഴിഞ്ഞ കുറച്ചധികം മിനിറ്റുകളായി ഈ പരിശോധന തുടരുകയാണ്. ഈ 4 സൈഡും ഈ കളക്ടറേറ്റിലേക്ക് കടന്നു വരാനുള്ള എല്ലാ വാതിലുകളും പൂർണ്ണമായും ലോക്ക് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ പരിശോധന തുടരുന്നത്. ജീവനക്കാർ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു വലിയ ആശ്വാസം. അതിനപ്പുറം ഈ ജീവനക്കാർ ഇവിടെ ഇല്ലാത്തതും പരിശോധനയെ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലം കളക്ടറേറ്റിൽ നമുക്കറിയാം നേരത്തെ കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് സ്ഫോടനം അടക്കം നടന്നതാണ്. അതുകൊണ്ട് ആ പ്രീവിയസ് ഹിസ്റ്ററി നിൽക്കുന്നത് കൊണ്ടാണ് വളരെ ഗൗരവത്തോടെ കാണുന്നത്. അത് ആ ഗൗരവ സ്വഭാവത്തോടെ തന്നെ വിവിധ ഇടങ്ങളിൽ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ തന്നെ ഈ സന്ദേശം എത്തിയിരുന്നു, പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടത് അല്പസമയം മുമ്പാണ്. അതിന് പിന്നാലെയാണ് അവിടെ വിശദമായ പരിശോധന ബോംബ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നേരത്തെ ഈ തിരുവനന്തപുരം, പത്തനംതിട്ട കളക്ടറേറ്റുകളിലും സമാനമായ രീതിയിലുള്ള ഭീഷണി സന്ദേശം എത്തിയിരുന്നു. തുടർന്ന് അവിടെ വളരെ വിശദമായ പരിശോധന നടന്നിരുന്നു. പക്ഷേ അസ്വാഭാവികമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കൊല്ലം കളക്ടറേറ്റിലെ ഭീഷണി സന്ദേശവും ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അവിടെ പരിശോധന നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. നോക്കുകൂലി ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ CPM-നെ കടന്നാക്രമിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബസ്സിൽ നിന്നും ലഗേജ് ഇറക്കുന്നതിന് പോലും കേരളത്തിൽ CPM-കാർ നോക്കുകൂലി വാങ്ങുന്നു എന്നാണ് വിമർശനം. ഇത്തരം കമ്മ്യൂണിസമാണ് കേരളത്തിലെയും ബംഗാളിലെയും വ്യവസായത്തെ തകർത്തതെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. West Bengal saw the worst riots ever in history under the CPM rule.
Tripura suffered under the CPM rule. Kerala is not able to recover because of the horrible policy of industrialization that they had. ധനവിനിയോഗ ബില്ലിലും മണിപ്പൂർ ബജറ്റിലും നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുന്നതിനിടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ CPIM-നെ കടന്നാക്രമിച്ചത്. ബംഗാളിൽ നിന്നുള്ള CPIM MP ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ ഇടപെട്ടതാണ് ധനമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് നോക്കുകൂലി പരാമർശിച്ച രൂക്ഷ വിമർശനം. ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കുമ്പോൾ പോലും CPIM പ്രവർത്തകർ നോക്കുകൂലി പിരിക്കുന്നെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ. Nokukuli is not there anymore in Kerala. Can I say what that Nokukuli was, sir? Nokukuli is a place where Nokukuli happens when workers are all sitting together looking if there can be some work. CPI അംഗം P. സന്തോഷ് കുമാർ ആരോപണം നിഷേധിച്ചെങ്കിലും മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പോലും കേരളത്തിൽ നോക്കുകൂലി ഉണ്ടായിരുന്നെന്ന് സമ്മതിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി തിരിച്ചടിച്ചു. കമ്മ്യൂണിസമാണ് കേരളത്തിലും ബംഗാളിലും വ്യവസായത്തെ തകർത്തതെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു. ഡൽഹി കേരള ഹൌസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഒരാഴ്ച പിന്നിടും മുൻപാണ് CPIM-നെതിരെ ധനമന്ത്രി അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. 24 ഡൽഹി. AICC യോഗത്തിൽ 33 ഭാരവാഹികൾ പങ്കെടുത്തുവെന്ന് AICC സെക്രട്ടറി ജയറാം രമേശ് അഹമ്മദാബാദ് സെഷൻ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. മാർച്ച് 27, 28, ഏപ്രിൽ 3 ദിവസങ്ങളിലായി DCC അധ്യക്ഷന്മാരുടെ യോഗം ചേരുമെന്നും ജയറാം രമേശ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുതകുന്ന കാര്യങ്ങളാണ് AICC യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള സംഘടനാപരമായ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഭാരവാഹികളുടെ യോഗത്തിൽ ചർച്ചയുണ്ടായത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു പ്രപ്പോസലിനെ പറ്റിയാണ് ഇന്ന് ചർച്ചയുണ്ടായത്. പാർട്ടിയെ താഴെ തലങ്ങളിൽ ശക്തിപ്പെടുത്തുക, പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ താഴെ തലങ്ങളിലെ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള അതിനുവേണ്ടി ഒരു കമ്മിറ്റി വെച്ചിരുന്നു. മുകുൾ വാസ്നിക് ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇന്ന് ചർച്ച ചെയ്തത്. അത് AICC സമ്മേളനത്തിൽ വെച്ച് ഇതിന് അന്തിമ രൂപം നൽകും. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, AICC ഭാരവാഹികളുടെ യോഗമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന പശ്ചാത്തലമുണ്ട്. ഈ DCC നേതാക്കളുടെ യോഗം എപ്പോഴേക്കാണ് നിശ്ചയിക്കുന്നത്? യോഗത്തിൽ അജണ്ടയായതെന്ത്? ചർച്ചയ്ക്ക് വന്നതെന്ത്? വിശദാംശങ്ങൾ എന്ത് വിനീത? TK, ഈ അഹമ്മദാബാദിൽ ചേരുന്ന ACC സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇന്ന് ഡൽഹിയിൽ ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ACC ഭാരവാഹികളുടെ യോഗത്തിൽ 33 അംഗങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ നിന്ന് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും ഈ ചർച്ച ചെയ്തത് ഈ ACC സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൂടാതെ തന്നെ പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു റിപ്പോർട്ട് കൂടി ഈ യോഗത്തിൽ ചർച്ചയായെന്നാണ് രമേശ് ചെന്നിത്തല ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ DCC അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം ചേരുന്നത് മാർച്ച് 27, 28, ഏപ്രിൽ 3 തീയതികളിലായിരിക്കും ഈ യോഗം ചേരുക. രാജ്യത്തെ മുഴുവൻ DCC അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പങ്കെടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഹമ്മദാബാദിലെ ACC സമ്മേളനത്തിന് മുന്നോടിയായാണ് ഡൽഹിയിൽ ഈ യോഗം ചേരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന സംഘടനാപരമായ കാര്യങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. ഈ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പ്രപ്പോസലാണ് യോഗത്തിൽ ചർച്ചയായത്. ഒപ്പം തന്നെ ഈ താഴേക്കടയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകരെ കൂടുതൽ സജ്ജമാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുകുൾ വാസ്നിക് അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്മിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ടും ഇന്നത്തെ യോഗം ചർച്ച ചെയ്തു. വിനീത VG വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. പെരുമഴയിൽ കുതിർന്ന ആശാ വർക്കേഴ്സിന്റെ അനിശ്ചിതകാല സമരം. പെരുമഴയത്തും ആവശ്യങ്ങൾ പരിഗണിക്കാതെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരക്കാരുള്ളത്. അതേസമയം ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള സർക്കാർ ഉത്തരവിൽ പിഴവുണ്ടെന്നും ആശാ വർക്കർമാർ ആരോപിക്കുന്നു. മേഘ്ന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം, അതിന് ഓരോ ദിവസവും പിന്തുണയേറി വരുന്ന സാഹചര്യം, ആ സമരത്തിൻ്റെ മുഖം തന്നെ ഒരു ഘട്ടത്തിൽ മാറുന്ന സാഹചര്യം. ഇപ്പോഴിത് അവിടെ പെരുമഴ പെയ്യുന്നുണ്ട്. പക്ഷേ ആ മഴയ്ക്കും ഈ സമരവീര്യത്തെ ചോർത്താൻ കഴിയുന്നില്ല. എന്താണ് കാഴ്ചകൾ മേഘ്ന?
ശ്രീജിത്ത്, തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ്. കഴിഞ്ഞ 2 മണിക്കൂറായി ജില്ലയിൽ മഴ പെയ്യുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക് വരുമ്പോൾ ആശാവർക്കർമാരുടെ സമരം 37ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് ഈ രാത്രി അവർ ഈ മഴയൊക്കെ നനഞ്ഞ് ഇത്തരത്തിൽ ഈ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായി പെയ്ത മഴ മുഴുവൻ ഇവർ പെയ്ത് ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 37 ദിവസമായി നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ അവർക്ക് ഓണറേറിയം ആനുകൂല്യങ്ങൾ ലഭിക്കണം, പെൻഷൻ ആനുകൂല്യം ലഭിക്കുക, വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുക. ആ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അല്ലെങ്കിൽ അത് സർക്കാർ പരിഗണിക്കാതെ മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇവർ ഉള്ളത്. അത് മഴയാണെങ്കിലും പൊരി വെയിലാണെങ്കിലും അത്തരത്തിൽ ഈ ഒരു ആവശ്യം നിറവേറ്റുന്നതുവരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. അത്തരത്തിലുള്ളൊരു കാഴ്ച തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയും വെയിലും ഒക്കെ ഉണ്ടായപ്പോഴും അവർ മഴ നനഞ്ഞു തന്നെയാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ പെരുമഴയത്തും കഴിഞ്ഞ 2 മണിക്കൂറായി പെയ്യുന്ന പെരുമഴയത്തും ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. ചേച്ചി, പ്രതികരണം കണ്ടില്ല. ഇതാണ് ആശമാരുടെ പ്രതികരണം. ഞങ്ങൾ 37 ദിവസമായിട്ട് ഇവിടെ രാപ്പകൽ സമരമാണ്. ഇന്നലെ ഉപരോധ സമരം നടത്തി. സർക്കാർ ഒരു 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ അത് ഞങ്ങളുടെ 3000 രൂപയുടെ കേന്ദ്ര ഇൻസെൻറ്റീവിലോട്ട് ആ മാനദണ്ഡങ്ങൾ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ചതിയാണ് നടന്നിരിക്കുന്നത്. ഈ 7000 രൂപ തരുന്ന മാനദണ്ഡം എടുത്തു മാറ്റിയെന്ന് പറഞ്ഞ് ഇൻസെൻറ്റീവിൽ ആ മാനദണ്ഡങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് അവർ. അവിടെ ഒരു ചതി നടന്നു. പിന്നെ ഈ ഞങ്ങൾ ജീവിക്കാനായിട്ടാണ് ഇവിടെ വന്നത്, അല്ലാതെ ഇവിടെ ഭരണസമിതി അട്ടിമറിക്കാനോ ഭരണകൂടത്തിനെ അട്ടിമറിക്കാനോ ഞങ്ങൾ വന്നവരല്ല. ഞങ്ങൾക്ക് ജീവിച്ചേ മതിയാവുള്ളൂ, ഞങ്ങൾ ആനുകൂല്യം നേടിയിട്ടേ പോവുള്ളൂ. കാരണം നിസ്സാര 7000 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോവേണ്ടി വരും. എന്തിനാ ആശമാരെ എടുത്തിരിക്കുന്നത്? എന്തിനാ ആശമാരെ? അവർ കേന്ദ്രത്തോട് ചോദിക്കാൻ പറയും. കേന്ദ്രം ഇവർക്ക് വേണ്ടിയിട്ടാണ് ആശമാരെ എടുത്തത്. കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടാണ് അവർ കേന്ദ്ര ആശമാരെ എടുത്തത്. എന്നിട്ട് അവർ ഫണ്ട് നൽകുന്നുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. അവർ ആരോഗ്യമന്ത്രി നന്ദാജി പറഞ്ഞു ഞങ്ങൾക്ക് കൂട്ടിത്തരാമെന്ന്. ഇൻസെന്റീവ് എത്ര മഴ പെയ്താലും ഇവിടെ സമരം, എത്ര പെരുമഴ വന്നാലും പെരുവെള്ളം വന്നാലും ആശമാർ ഇവിടെ നിൽക്കും. കാരണം ഉരുൾപൊട്ടലും പേമാരിയും കൊണ്ടായ സമയത്തും ഞങ്ങളുടെ ആശമാരെയാണ് അവർ കൊണ്ടുപോയത് ചൂരൽമലയിൽ വൃത്തിയാക്കാനായിട്ട്. കോവിഡ് വന്നപ്പോഴും ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, നിപ്പ വന്നപ്പോഴും ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എന്ത് അടിയന്തര ഘട്ടം വരുമ്പോഴും ആശമാരെ പൊന്നേ കരളെ എന്ന് അന്ന് വിളിക്കും. അവർക്ക് അധികാരം കിട്ടി അവർ അധികാര സ്ഥാനത്തേറി. ആശമാരെ അന്ന് വരെ മറന്നുപോയി. അവരുടെ ഭരണം കഴിഞ്ഞിറങ്ങാൻ സമയമായി. ഇനി 8 മാസക്കാലേ ഉള്ളൂ. അവരുടെ ഭരണപത്രിക LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ആശമാർക്ക് എല്ലാ സ്കീം വർക്കേഴ്സിന് 700 രൂപ മിനിമം വേജസ് നൽകുമെന്ന്. എന്തേ ഒരു വാക്ക് പാലിക്കത്തത്? ഇവർ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇതുപോലെ പ്രകടന പത്രിക കൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇവർ കയറുമോ? ഇവർ കയറില്ല. ഇവർ അമ്മമാർ ചൂലെടുത്തടിക്കും. നാണക്കേട്. ശ്രീജിത്ത്, ഇങ്ങനെ തന്നെയാണ്. അതായത് കൂടുതൽ വൈകാരികമാവുകയാണ് ആശാവർക്കർമാരുടെ സമരം. അത് പ്രതിഷേധ ചൂട്, ഈ കനത്ത മഴയിലും പ്രതിഷേധ ചൂട് ഉയരുകയാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ 2 മണിക്കൂറായി ഇവിടെ ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂറായി ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് വേദനാജനകം തന്നെയാണ്. ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിലും കൂടി ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്നുള്ളൊരു മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. തുടർന്നൊരു ഉത്തരവ് വന്നു. ആ ഉത്തരവിനകത്ത് വെള്ളം ചേർത്തിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായി തന്നെ ആ ഉത്തരവിനെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം മാറ്റിയിട്ട് ഇൻസെൻറ്റീവിന് മാനദണ്ഡം വെച്ചിരിക്കുന്നു. ആ മാനദണ്ഡ പ്രകാരം ഓണറേറിയം വീണ്ടും കിട്ടാതാവും എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാരെ വീണ്ടും ഈ സമരമുഖത്തിരിക്കുമ്പോഴേ ഉത്തരവിറക്കി പറ്റിക്കുക എന്നുള്ളതാണ്. കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കള്ള ഉത്തരവുകൾ കൊണ്ടിരുന്നു. ഇത് നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇനി മഴ പെയ്താലും ഇവിടെ തന്നെ സമരം ഇരിക്കും. മഴ പെയ്താലും ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ മഴയും കൊണ്ട് ഇത്ര നേരം നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ പെരുമഴയത്ത് ഇവിടെ ഇരുന്നത്. അതേപോലെ തന്നെ മുന്നോട്ട് പോകും. ശ്രീജിത്ത്, ഇങ്ങനെ തന്നെയാണ്. അതായത് ഈ പെരുമഴയത്തും പിന്നോട്ടില്ല. 1 ഇഞ്ച് നിലപാടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ നിന്നോ പിന്നോട്ട് പോകാൻ ഈ സമരക്കാർ തയ്യാറാകുന്നില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും ഇവർ ഈ സമരം തുടരുകയാണ്. അത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും, വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത്. ശരി, മേഘ്ന മുരളി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരവേദിയിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ആശാവർക്കേഴ്സ്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴയായിരുന്നു. ആ മഴയിൽ കുതിർന്നുകൊണ്ടാണ് ആശാവർക്കേഴ്സ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. മേഘ്ന മുരളി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശാവർക്കേഴ്സിന്റെ സമരം അതിന്ന് പാർലമെന്റിലും ചർച്ചയായിരുന്നു. രാജ്യസഭയിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തി. BJPക്കെതിരെ ഡൽഹിയിൽ സമരം നടത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു. അതേസമയം കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറുന്നുവെന്ന് കോൺഗ്രസ് അംഗം ജബി മേത്തർ കുറ്റപ്പെടുത്തി. Congress is in hand and glove with the BJP in Kerala to distort the LDF administration there. And 3, will they have the guts to take on the BJP? Will they come to Delhi and fight BJP instead of taking on?
The Health Minister of Kerala claims that 636 crores have to be given and it is pending. Whereas the Union Health Minister in the floor of the House says nothing is pending. Where is the truth? What is the truth? And why should ASHA workers suffer? ആശാ വർക്കേഴ്സ് സമരം തുടരുന്നതിനിടെ സെക്രട്ടേറിയറ്റിന് വടിക്കൽ സമരവുമായി അങ്കണവാടി വർക്കേഴ്സും പെൻഷനേഴ്സും. സർക്കാർ ജീവനക്കാരായി പരിഗണിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. അതിനിടെ സമരത്തിനിറങ്ങുന്നവർക്ക് ഓണറേറിയം നൽകില്ല എന്ന് ശിശുവികസന വകുപ്പ് ഉത്തരവിറക്കി. ആശമാരുടെ സമരം 37-ാം ദിവസം പിന്നിടുമ്പോഴാണ് തൊട്ടടുത്ത് സമാന ആവശ്യവുമായി അങ്കണവാടി തൊഴിലാളികളും സമരത്തിനിറങ്ങിയത്. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രധാന ആവശ്യം തൊഴിലാളികളെ ക്ലാസ് 4 ജീവനക്കാരായെങ്കിലും പരിഗണിക്കുക, ഓണറേറിയം പരിഷ്കരിക്കുക. നിലവിൽ സംസ്ഥാനത്തുള്ളത് 33,000 അങ്കണവാടി. 12,500 രൂപയാണ് കയ്യിൽ കിട്ടുന്ന ഓണറേറിയം, അതും ഗഡുക്കളായി. ഒരു മാസത്തിൽ 3 ഗഡുക്കളായിട്ട് ഈ 12,500 രൂപ തരുന്നു. അത് മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് 21,000 രൂപ തന്ന ക്ലാസ് 4 ജീവനക്കാരായി ഞങ്ങളെ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ 45 വർഷമായി ഞങ്ങൾ ഈ ജോലിയിൽ തുടരുന്നു. നല്ല കാലങ്ങളെല്ലാം ഇതിനു വേണ്ടി വിനിയോഗിച്ച് ഞങ്ങൾ. അതിനിടെ സമരത്തിനിറങ്ങുന്ന തൊഴിലാളികൾക്ക് ഓണറേറിയം നൽകില്ലെന്നും അങ്കണവാടിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കി. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അങ്കണവാടി പെൻഷനേഴ്സ് സമരം നടത്തുന്നത്. 2,500 രൂപയാണ് വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ. വിഷയം സഭയിൽ ഉന്നയിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLAയും അറിയിച്ചു. 24 തിരുവനന്തപുരം. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇത്രയും ദിവസമായി ആശാമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്യുന്നു. പരസ്പരം പഴിചാരുന്നതല്ലാതെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നും ആ വിഷയത്തിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നിപ്പോൾ ആ പെരുമഴയത്തവർ സമരം ചെയ്യുന്ന ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്ന് തോന്നുന്നു. അതുപോലെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സമയത്തിനനുസരിച്ച് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. SKൻ്റെ കേരള യാത്ര, അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. SKൻ്റെ യാത്ര തിരുവനന്തപുരം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. വിവിധ ഇടങ്ങളിൽ യാത്രയ്ക്ക് വലിയ സ്വീകരണം. ഒരുപാട് പേർ ആ യാത്രയ്ക്കൊപ്പം ചേർന്ന് ആ യാത്ര ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അരുത് ലഹരി അരുത് അക്രമം എന്ന മുദ്രാവാക്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്ന കാഴ്ച. നേരത്തെ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ 24-ലൂടെ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രേക്ഷകൻ സൂചിപ്പിച്ച കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ആ ക്രൂരമായ കൊലപാതകം, അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാട് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. യാസറാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നത്. ആക്രമണത്തിൽ ഷിബിലയുടെ മാതാവിനും പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണത്തിലേക്കാണ്. അന്ന് 2ഉം 3ഉം തവണ സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും ഒരു അപകടം മണക്കുന്നുണ്ട്, അവൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുള്ളത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, അതിക്രൂരമായ കൊലപാതകമാണ്. എന്താണ് സംഭവിച്ചത്? ഈ കുടുംബ വഴക്ക് എന്നതിനപ്പുറത്തേക്ക് അതിലൊരു വ്യക്തത വരുന്നുണ്ടോ? നേരത്തെ തന്നെ ഇതിൽ പോലീസിൻ്റെ മുമ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? വിശദാംശങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, അല്പസമയം മുമ്പാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ഈങ്ങാപ്പുഴ കക്കാടാണ് ഈ സംഭവം ഉണ്ടായത്. ഭർത്താവ് ആണ് ഈ ഭാര്യയെയും ഭാര്യ പിതാവിനെയും മാതാവിനെയും വെട്ടിയത്. ഇതിൽ ഭാര്യ ഷിബിലിയാണ് അല്പസമയം മുമ്പ് മരിച്ചത്. ഷിബിലിയുടെ മൃതദേഹം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ്. ഇവിടെയാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അല്പസമയത്തിനകം മോർച്ചറിയിലേക്ക് മാറ്റും. ഒപ്പം തന്നെ വെട്ടേറ്റിട്ടുള്ളത് ഭാര്യ പിതാവിനും മാതാവിനുമാണ്. മാതാവ് അത്ര ഗുരുതരമല്ല, പക്ഷേ പിതാവിൻ്റെ അവസ്ഥ അല്പം ഗുരുതരം എന്ന് തന്നെയാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ വാക്കുകൾ കേട്ടു, ഒരു പ്രതികരണം കേട്ടു. ഒരു ബന്ധുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നു, കഴിഞ്ഞ മാസം 28-ന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ ഫോൺ വഴിയും വാട്സപ്പ് വഴിയെല്ലാം വലിയ രീതിയിലുള്ള ഒരു
ഭീഷണി ഈ ഷിബിലിയും കുടുംബവും നേരിടുന്നുണ്ടായിരുന്നു. ആ ഒരു ഭീഷണിയെക്കുറിച്ച് തന്നെയായിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് കൃത്യമായ ഒരു നടപടിയെടുത്തില്ല. അതാണ് ഇത്തരം ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായത് എന്നാണ് ബന്ധു പറയുന്നത്. പരിക്കേറ്റിട്ടുള്ളത് ഭാര്യ ഷിബിലയാണ് മരിച്ചത്. ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ, ഒപ്പം തന്നെ മായ മാതാവ് ഹസീന. ഇവരെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് ഇങ്ങോട്ട് എത്തിച്ചത്. ഷിബിലയാണ് മരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യ പിതാവിൻ്റെ നില അതീവ ഗുരുതരമാണ്. മറ്റൊരു കാര്യം, ഈ ഒരു യാസിർ എന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 28-നാണ് ഇത്തരം ഒരു പരാതി താമരശ്ശേരി പോലീസിൽ ഈ കുടുംബം നൽകിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിനുശേഷം ഈ യാസിറിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഭാര്യയുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വലിയ രീതിയിൽ ഒരു കുടുംബ വഴക്ക്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നേരിടുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. യാസിറും ഷിബിലയും ഒരുമിച്ച് കഴിയുന്ന ആളുകളാണോ? ഈ യാസിറിന്റെ പശ്ചാത്തലം അത് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? ഈ കൊലപാതകത്തിന് ശേഷം അയാൾ പിടിയിലായിട്ടുണ്ടോ? ഇതിൽ ശ്രീജിത്ത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായി വരുന്നേയുള്ളൂ. പോലീസ് ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായത് ഈ മരിച്ച ഷിബിലയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അല്പസമയം മുമ്പാണ് ഈ ഒരു ആക്രമണ സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ ഇവർക്ക് ഇത്തരം ഒരു സൂചന, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായ ഭീഷണി ഈ കുടുംബം അല്ലെങ്കിൽ ഈ ഭാര്യ നേരിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു 28-ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതിയിൽ താമരശ്ശേരി പോലീസ് വേണ്ടത്ര നടപടിയെടുത്തില്ല. അതുതന്നെയാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ പരാതി പറഞ്ഞത്. 28-ന് പരാതി നൽകി. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഈ യാസിറിന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഷിബിലയുടെ വസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തുതന്നെയായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ താമരശ്ശേരിയിൽ ഉണ്ടായത്. യാസിറിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലഹരി ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന ഒരു വിവരവും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്പോട്ടിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസുണ്ട്. ഈ ആക്രമണം നടന്ന ഈ സ്പോട്ടിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസുണ്ട്. ഷിബിലയുടെ മൃതദേഹം ഈ കാഷ്വാലിറ്റിയിലുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റ മറ്റുപേര്, അതായത് ഷിബിലയുടെ മാതാവും പിതാവും ഇവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. പിതാവിന്റെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. റീജിത്ത്, ഇതിലെ ഈ അന്ന് കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാവുന്നുണ്ടോ? ഇതില ശ്രീജിത്ത്, അന്ന് കൊടുത്ത പരാതി എന്നത് ഇത്തരത്തിൽ കുടുംബ വഴക്ക് നിരന്തരമായി 3 വർഷം മുൻപാണ് കല്യാണം കഴിഞ്ഞത്. നിരന്തരം ഇത്തരത്തിൽ ഒരു കുട്ടിയുണ്ട്. നിരന്തരം ഇത്തരത്തിൽ ആക്രമണത്തിന് നേരിടുന്നു. കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒന്നും യാസിർ ചെയ്യുന്നില്ല. യാസിറിന്റെ ഒരു അല്ലെങ്കിൽ പെരുന്നാളാണ് വരുന്നത്. പെരുന്നാളിന് കുട്ടിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പരാതിയിലുണ്ടായിരുന്നു. ഈ പരാതി പ്രകാരം പോലീസ് ഈ യാസിറിനെ വിളിച്ചു വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ ഒരു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കുന്നത്. എന്ത് തന്നെയായാലും കുടുംബ വഴക്ക് തന്നെയാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. റീജിത്ത്, ശരി, മിഥില ബാലനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലാണ്, കക്കാടാണ് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. യാസിർ എന്ന വ്യക്തിയാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നിരിക്കുന്നത്. ആക്രമണത്തിൽ ഷിബിലയുടെ മാതാവിനും പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്. പിതാവിൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മാതാവിൻ്റെ പരിക്ക് അത്ര ഗുരുതരമുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ ഈ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട ഷിബിലയുടെ ബന്ധുക്കൾ താമരശ്ശേരി പോലീസിനെ സമീപിക്കുകയും അവർ പരാതി നൽകുകയും ചെയ്തെങ്കിലും പോലീസ് അതിൽ ഇടപെട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ കുടുംബം ഉയർത്തുന്നുണ്ട്. മിഥില ബാലൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാതിവില തട്ടിപ്പ് കേസ് പ്രതി കെ ആനന്ദകുമാറിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റിമാൻഡിലായ കെ ആനന്ദകുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നൊരു ശസ്ത്രക്രിയയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക്. വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? ഏറ്റവും പുതിയ വാർത്ത, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കെ ആനന്ദകുമാറിനെ ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇദ്ദേഹത്തിന്റെ ഹൃദയധമനികളിൽ ബ്ലോക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് അതിന്റെ ചികിത്സ നടന്നിരുന്നു. ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് തിരുവനന്തപുരത്ത് ചികിത്സ നടന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൂവാറ്റുപുഴ കോടതി പൂജപ്പുര ജയിലിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുന്നതിന് നിർദ്ദേശം നൽകി, ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാകണം
കോടതിയിൽ നിന്നും ആ തീരുമാനം വന്നത്. എന്തായാലും ആ ഉത്തരവ് നടപ്പാക്കിയിട്ടുണ്ട്. ശരി, ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറം കൊളത്തൂരിൽ ആനയിടഞ്ഞു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വൈറ്റമ്പാട് ക്ഷേത്രത്തിലെ പൂരത്തിനിടയിലാണ് ആന വിരണ്ടോടിയത്. കുറച്ചു ദൂരം ഓടിയ ആനയെ പിന്നീട് തളച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. വിപിൻ, വലിയ ആശങ്കയുടെ പരിഭ്രാന്തിയുടെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, വിവരങ്ങൾ എന്താണ് വിപിൻ? റിജിത്ത്, വൈകിട്ട് 5 മണിയോട് കൂടിയാണ് വയമ്പറ്റ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞത്. ഇവിടെ ഇന്ന് താലപ്പൊലി ആയിരുന്നു. ഈ താലപ്പൊലിക്ക് വേണ്ടി കൊണ്ടുവന്ന ശ്രീകൃഷ്ണപുരം വിജയ് എന്നുള്ള ആനയാണ് ഇടഞ്ഞത്. തിടമ്പേറ്റുന്ന ആനയാണ്. അപ്പോൾ ഇന്ന് താലപ്പൊലിയുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിനകത്തു നിന്ന് പുറത്തേക്ക് എത്തി പാടത്തേക്ക് വരവിന്റെ ഭാഗമായി ഇറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ആന വിരണ്ടോടിയത്. ഈ വിരണ്ടോടിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഐസ്ക്രീം വണ്ടി തകർത്തിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് തകർത്തിട്ടുണ്ട്, അവിടെ ഒരു വീടിന്റെ ഗേറ്റിനും സാരമായ കേട് പറ്റിയിട്ടുണ്ട്. ആനയെ കണ്ട് ഒരാൾ ഓടുന്നതിനിടയിൽ വീണ ഒരാൾക്ക് നിസാര പരിക്കുമേറ്റിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആന ഓടുകയായിരുന്നു. അവിടേക്ക് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും മറ്റ് സാധനങ്ങളൊന്നും തന്നെ തകർത്തിട്ടില്ല. ഏകദേശം 1 കിലോമീറ്ററോളം ഓടിയതിനു ശേഷം പാപ്പാനും പിന്നീട് വനം വകുപ്പിന്റെ സ്ക്വാഡും ഒക്കെ എത്തി ആനയെ തളയ്ക്കുകയാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആശങ്കയുടെ ഒരു മണിക്കൂറുകളായിരുന്നു ഒരു 5 മണിയോട് കൂടി ഉണ്ടായിരുന്നത്. ആ ഒരു പ്രദേശത്ത് 4 ആനകളായിരുന്നു ഇന്നിപ്പോ ഈ താലപ്പൊലിയുടെ ഭാഗമായി വരേണ്ടിയിരുന്നത്. ആ ഒരു സമയമാകുന്നതിന് മുൻപാണ് ഇപ്പോൾ തിടമ്പേറ്റിയ വിജയ് എന്നുള്ള ആന വിരണ്ടോടിയത്. കൂടുതൽ ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വലിയൊരു പൂരത്തിന്റെ തിരക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ആശങ്കയുടെ മണിക്കൂറുകൾ ആവുമായിരുന്നു. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 1 കിലോമീറ്ററോളം ആന വിരണ്ടോടി. ഒരാൾക്ക് നിസ്സാര പരിക്ക് എന്നുള്ളത് ഒഴിച്ചാൽ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഒരു ഐസ്ക്രീം വണ്ടി തകർത്തിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് തകർത്തിട്ടുണ്ട്. ആളുകൾക്കൊന്നും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വയമ്പറ്റ ക്ഷേത്രത്തിലെ പൂരത്തിനിടയിലാണ് ഇങ്ങനെ ആന വിരണ്ടോടിയത്. വിപിൻ സി വിജയൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി കസ്റ്റഡിയിൽ. കണ്ണൂർ കക്കാട് പള്ളിപ്പുറം സ്വദേശി മുഹമ്മദ് ദിൽഷാദാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. അരുൺ, ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്കാട് പള്ളിപ്പുറം സ്വദേശി മുഹമ്മദ് ദിൽഷാദിനെയാണ് കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ, ഈ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിലൂടെയാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സന്ദർശക പാസ് ചോദിച്ചതിന്റെ പേരിൽ ഇന്നലെ രാവിലെയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിട്ടുള്ള പവനനെ, മയിൽ സ്വദേശി പവനെ ഈ ദിൽഷാദ് മർദ്ദിച്ചത്. അതിന്റെ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ആശുപത്രി സൂപ്രണ്ടാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആശുപത്രികൾക്കും ജീവനക്കാർക്കുമെതിരായ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കുകയും നിലവിൽ ദിൽഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പാണ്. സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ദിൽഷാദ് റിമാൻഡിലാകും എന്നതാണ് പോലീസ് പറയുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവ്, അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറയുമെന്ന് പറയുന്നുണ്ട്. ഉറപ്പായും അത് പറയാതെ ഈ ബുള്ളറ്റിൻ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള 4 അംഗ സംഘം തിരികെ ഭൂമിയിലേക്ക് വരികയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യൻ സമയം രാവിലെ 10:37 ഡ്രാഗൺ പേടകം യാത്ര തിരിച്ചത്. നാളെ പുലർച്ചെ 3:27 ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങാൻ പോകുന്നു. ഇനി ആ 4 അംഗ ശാസ്ത്ര സംഘം ഭൂമിയെ തൊടുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. A couple of hours from now is on the Zenith or space-facing port of the Harmony module. The newly arrived Crew 10 crew docked early Sunday morning. നീണ്ട 287 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8:15 ഡ്രാഗൺ പേടകവും നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടച്ചത്. 10:15 അൺഡോക്കിംഗ് ആരംഭിച്ചു. ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം 10:37 പൂർണ്ണമായി വേർപ്പെടുത്തി.
ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. At 10:24 p.m. Pacific time, and on your screen there we are getting a ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയയ്ക്ക് തുടക്കമാകും. തുടർന്ന് വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും. 1600 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ അതിജീവിച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത്. ഈ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനേക്കാൾ 4 ഇരട്ടി ഗുരുത്വാകർഷണം യാത്രികർക്ക് അനുഭവപ്പെടും. തുടർന്ന് 4 പാരച്യൂട്ടുകൾ വിടരുകയും ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പുലർച്ചെ 3:27 പേടകം പതിക്കുകയും ചെയ്യും. സ്പേസ് എക്സിന്റെ MV മാഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിക് ഹാഗിനെയും അലക്സാണ്ടർ ഗോർബനോവിനെയും നിലയത്തിലെത്തിച്ച ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹാഗും അലക്സാണ്ടർ ഗോർബനോവും മടങ്ങിയത്. ഏറ്റവും അധികം സമയം ബഹിരാകാശ നടത്തത്തിൽ ഏർപ്പെട്ട വനിത എന്ന റെക്കോർഡും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 3ാമത്തെ യാത്രയിൽ സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുന്ന സുനിത വില്യംസിനെ കുടുംബസമേതം ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത്. സുനിത വില്യംസിന്റെ സന്ദർശനം രാജ്യത്തെ പെൺകുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമാകും എന്നാണ് ആ കത്തിന്റെ ഉള്ളടക്കത്തിൽ പ്രധാനമന്ത്രി പറയുന്നത്. സുനിത വില്യംസിന്റെ നേട്ടങ്ങളിൽ രാജ്യം അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി കത്തിൽ കുറിക്കുന്നുണ്ട്. ഇടുക്കിയിൽ പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. ഇടുക്കി ജില്ലാ സെക്രട്ടറിയും വണ്ടിപ്പെരിയാർ സ്വദേശിയുമായ ഷാൻ അരുവിപ്ലാക്കലാണ് പിടിയിലായത്. 15 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ്? രാഹുൽ, റിജിത്ത്, 3 വർഷം മുമ്പാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടി ഇന്ന് സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് ഇത്തരത്തിലൊരു പീഡന ശ്രമം നടന്നതായി കൗൺസിലറിനോട് പറയുന്നത്. തുടർന്ന് ഈ സ്കൂൾ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടിപ്പെരിയാർ പോലീസ് ഈ ഷാനിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അടുപ്പമുണ്ടായിരുന്ന ആൾ അങ്ങനെ വീട്ടിലെത്തി അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ ഷാൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. ശരി, രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രൈം ടൈമിലേക്ക് വീണ്ടും അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. SKN40. SKN40 കേരള യാത്രയുടെ ആദ്യ ജില്ലാ പര്യടനം തിരുവനന്തപുരത്ത് സമാപിച്ചു. ലുലു മോളിലും ടെക്നോ പാർക്കിലും വർക്കല ശിവഗിരിയിലും ലഹരിക്കെതിരായ സന്ദേശമുയർത്തി പര്യടനമെത്തി. വെഞ്ഞാറമൂട്, കിളിമാനൂർ, കായിക്കര തുടങ്ങിയ ഇടങ്ങളിലെ പര്യടനം കേരള യാത്രയുടെ ജനസമ്മതിയുടെ തെളിവായി. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയ്ക്ക് തിരുവനന്തപുരം ലുലു മാളിൽ ലഭിച്ചത് വൻ സ്വീകരണം. ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ V. നന്ദകുമാറിന്റെയും തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദന്റെയും നേതൃത്വത്തിലായിരുന്നു യാത്രയെ വരവേറ്റത്. So absolutely honored on behalf of Lulu Group, Lulu Mall, Chairman Yusul Sarande, all our support with you. May you have not only half century but hit century inshallah with us, and we'll all celebrate God willing. Thanks. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സ്വീകരണം യാത്ര ഉയർത്തിയ മുദ്രാവാക്യം യുവജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ നേർസാക്ഷ്യമായി. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നൊരു സംഭവം റിയലി വെരി അപ്രീഷിയേറ്റഡ്. ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അത് എന്തായാലും നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. യാത്രയുടെ ഭാഗമായി ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരു സമാധി R. ശ്രീകണ്ഠൻ നായരും സംഘവും സന്ദർശിച്ചു. കുമാരനാശാന്റെ ജന്മസ്ഥലമായ കായിക്കരയിലെ ഊഷ്മള സ്വീകരണം യാത്രയുടെ മുദ്രാവാക്യത്തിന് ഗ്രാമീണ ജനത നൽകിയ സ്നേഹത്തിന്റെ തെളിവായി. ഇപ്പോൾ കായിക്കര എന്ന് പറഞ്ഞാൽ ആശാന്റെ ജന്മസ്ഥലമാണ്. നമുക്കറിയാം, ഞാനൊക്കെ ആശാന്റെ കാവ്യ പുസ്തകങ്ങളൊക്കെ മിക്കവാറും എല്ലാം വായിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ആശാനൊരു വിപ്ലവകാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ആ മുറയ്ക്ക് വിപ്ലവമായിരിക്കണം. അപ്പം അമ്മമാരൊക്കെ വളരെ സജീവമായി കഴിഞ്ഞാൽ അമ്മമാർ
ചൂല എടുത്താലുണ്ടല്ലോ, എവിടെയൊക്കെ അമ്മമാർ ചൂല എടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സന്തോഷം. യാത്രയുടെ ഭാഗമായി വെഞ്ഞാറമൂട്ടിലും കിളിമാനൂരിലും ഗുഡ് മോർണിംഗ് വിത്ത് SKN സംഘടിപ്പിച്ചു. ലഹരിവേട്ടയിൽ മെല്ലെപ്പോക്കോ എന്ന വിഷയത്തിൽ ശാർക്കരയിൽ വെച്ച് നാട്ടുകൂട്ടം സംവാദവും നടത്തി. നാളെ കൊല്ലം ജില്ലയിലാണ് പര്യടനം. 24 തിരുവനന്തപുരം. മകന്റെ ക്രൂരതയിൽ ജീവിതം വഴിമുട്ടിയ തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടിലെ അബ്ദുൾ റഹീമിന് 24 വീട് നിർമ്മിച്ചു നൽകും. മകൻ അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ഷെമിയുമായി എങ്ങും പോകാനിടമില്ലാതെ നിൽക്കുന്ന അബ്ദുൾ റഹീമിനാണ് 24 കൈത്താങ്ങാവുന്നത്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന യാത്രക്കിടെ അബ്ദുൾ റഹീമിന് ഇക്കാര്യം ഉറപ്പു നൽകി. അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട്. മകൻ കൊല നടത്തിയ പേരുമലയിലെ ആ ദുരന്ത വീട്ടിലേക്ക് അബ്ദുൾ റഹീമും ഷെമിയും തിരികെ പോകേണ്ടി വരില്ല. അബ്ദുൾ റഹീമിന്റെ പാങ്ങോട്ടുള്ള ഭൂമിയിൽ 24 വീട് വെച്ച് നൽകും. വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാമെന്ന് അബ്ദുൾ റഹീമിന് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. അങ്ങേക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസത്തിൽ തന്നെ പണി തുടങ്ങും. സ്നേഹസ്പർശം കെയർ ഹോമിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ SKN നേരിട്ടെത്തി ആശ്വസിപ്പിച്ചു. ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ്. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ SKN 40 കേരള യാത്ര വെഞ്ഞാറമൂടെത്തിയപ്പോഴാണ് അഫാന്റെ മാതാപിതാക്കളെ കണ്ടത്. 24 തിരുവനന്തപുരം. ലഹരി വ്യാപനത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. KSUവിന്റെ പേര് കഞ്ചാവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് മാറ്റണമെന്ന് M. നൌഷാദ് പരിഹസിച്ചപ്പോൾ കേസുകളിൽ പ്രതിസ്ഥാനത്ത് SFI ആണ് എന്നായിരുന്നു PK ബഷീറിന്റെ ആക്ഷേപം. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയല്ല പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്നായിരുന്നു എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ മറുപടി. എക്സൈസ് വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിലാണ് ലഹരി വ്യാപനം സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ നുരഞ്ഞു പൊന്തിയത്. പ്രതിപക്ഷത്തു നിന്ന് ചർച്ച തുടങ്ങിവെച്ച അൻവർ സാദത്താണ് സർക്കാരിനെതിരെ മുനകൂർപ്പിച്ചത്. PK ബഷീറിലെത്തിയപ്പോൾ വീര്യം കൂടി. വശത്ത് റാഗിങ്, മറുവശത്ത് മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാനത് പറയുന്നില്ല. ഭരണപക്ഷത്തു നിന്ന് രാഷ്ട്രീയ വിമർശനമുയർന്നെങ്കിലും M. നൌഷാദാണ് ആക്രമണം കടുപ്പിച്ചത്. യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയനായി KSU മാറി. ഒരേ സമയം ലഹരി വ്യാപനത്തിനെതിരെയും ബ്രൂവറിക്ക് വേണ്ടിയും സംസാരിക്കുന്ന എക്സൈസ് മന്ത്രി കുമ്പിടിയാണോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം. ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? ലഹരി വ്യാപനത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം ചർച്ചയിൽ രാഷ്ട്രീയം കലർത്തിയതിനോട് മന്ത്രി MB രാജേഷ് വിയോജിച്ചു. വാചകമേളയിൽ പേര് വരാനാണ് ഈ വിധം സംസാരിക്കുന്നത് എന്നായിരുന്നു രാജേഷിന്റെ പരിഹാസം. ഈ സാമൂഹിക വിപത്തിനെ പോയിന്റ് സ്കോർ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ള വിവേകമുള്ള ആർക്കെങ്കിലും കഴിയും. 24 തിരുവനന്തപുരം. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാൽകഷണം. മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചത് നിയമസഭയിലടക്കം ചർച്ചയായിരുന്നു. എന്നാൽ ഒരു ചായയിലെന്ത് രാഷ്ട്രീയം എന്നാണ് K. സുരേന്ദ്രൻ ചോദിക്കുന്നത്. ചായ സൽക്കാരത്തിൽ രമേശ് ചെന്നിത്തലയുടെ സംശയമെന്ത്? കാണാം M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. സുരേന്ദ്രേട്ടാ, നിങ്ങൾക്കൊരു ചായ എടുക്കട്ടെ? നിങ്ങൾക്ക് ചായ വേണോന്ന്? എന്തേപ്പോ ചായ സൽക്കാരത്തിന്റെ ചർച്ച കേട്ടിട്ട് നിങ്ങളും പേടിച്ചോ?
ഇവിടെ നിയമസഭയിൽ ചായ സൽക്കാരത്തിനെ പറ്റി വമ്പൻ ചർച്ച നടന്നുത്രേ. ദില്ലിയിലൊന്നും ഒരു ചായ കൂടി ഒരു വിഷയമേ അല്ല. ചായ പാർട്ടി നല്ലോണം നടക്കൂല്ലേ? മന്ത്രിമാരെല്ലാവരും വന്ന് കാണുകയും ചായ കുടിക്കുകയും പോവുകയൊക്കെ ചെയ്താണ്. പക്ഷെ ഇപ്പൊ നടന്ന ചായ പാർട്ടിയിലേ ഒരു കൈകോർക്കല് നടന്നു എന്നാണ് ചെന്നിത്തല പറയണത്. ആരെങ്കിലും ചായ കുടിച്ച് കൈ കോർക്കും? അതില്ല, പക്ഷെ ചായയുടെ മറവില് ഒരു കൈകോർക്കല് നടന്നു എന്നാണ് മൂപ്പർ നിയമസഭയിൽ വരെ പറയണത്. കൈകോർക്കലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ്. നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ഒരു ചായ കുടിച്ചാൽ ഇത്ര പ്രശ്നമാവുന്നുണ്ടെങ്കിലേ എല്ലാരും അങ്ങോട്ട് വിളിച്ചാൽ മതി ആ ചായ സൽക്കാരത്തേക്ക്. നിർമ്മല സീതാരാമൻ ജി പിണറായി വിജയനോടൊപ്പം ഒരു ചായ കുടിച്ചതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയത്തില് ഉള്ള ഒരു നടപ്പ് മര്യാദകൾ മാത്രമാണ്. ആ നടപ്പ് മര്യാദ ഇപ്പോ നിയമസഭയിൽ വരെ ചർച്ചയായി. രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ. അല്ല, ഇതിലിപ്പോ ഇവര് പറയണ പോലെ വല്ലതും നടന്നോ? ഒരു ചായ കുടി, അതിനപ്പുറം ഒന്നുമില്ല. ശരിക്കും ഇപ്പൊ ആരാ ചായ കാച്ചിയത്? പിണറായി വിജയനെ ആ KV തോമസ് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു കലാപരിപാടിയാണ് ഇതൊക്കെ. ആ കലാപരിപാടിക്കാണ് കൈകോർക്കൽ കലാപരിപാടി എന്ന് ചെന്നിത്തല പേരിട്ടത്. കൈകോർക്കൽ ആര് തമ്മിലാണ്? ആരങ്ങൾ പറയും? ഇവര് തമ്മിലല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ കലാപരിപാടി അറിയില്ലേ? ഞങ്ങൾ തമ്മിൽ എന്ത് കൈകോർക്കാനാ? അല്ല, ഗവർണർ ഇട്ട പാലത്ത് കൂടെ മുഖ്യമന്ത്രി പോയി എന്നാണ് ഇവിടെ പലരും പറഞ്ഞു നടക്കുന്നത്. ഗവർണർ അവിടെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ടീ പാർട്ടിയിലും ഗവർണർ ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു ചായ കുടിക്കാൻ വരുമ്പോ ഗവർണറെ ഒരു ചായ കുടിക്കാൻ വിളിച്ച. അല്ല, എങ്ങനെയാണെങ്കിൽ ചായ കുടിക്കേണ്ടിയിരുന്നില്ല. അപ്പൊ ഗവർണർ ഒരു ചായ കുടിച്ചതുകൊണ്ട് അതിപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും പതിവുള്ളതാണ്. പക്ഷെ ഈ ചായയിലേ ചായപ്പൊടിക്ക് പകരം രാഷ്ട്രീയം കലർത്തിന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കേരളത്തിന്റെ MPമാരെ ഗവർണർ ചായ സൽക്കാരത്തിന് വിളിച്ചു. കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്തു. എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. സ്വാഭാവികമായിട്ടും അപ്പൊ ഒരു ചായ കുടിക്കും. അപ്പൊ ഇത് സ്വാഭാവികമാണ്. ചെന്നിത്തല സാറേ, അപ്പൊ ചായയിൽ നിങ്ങൾ സംശയിക്കണ്ടെന്ന്. ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ചായ കൊടുത്ത് കൈകോർക്കാൻ പ്ലാനുള്ളവര് ചായ സൽക്കാരം ചർച്ചയായ സ്ഥിതിക്ക് എന്തൊക്കെ കൊടുത്തിട്ടാണ് കൈകോർക്കാന്ന് കാത്തിരുന്ന് കാണാം. പാൽകഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.